ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്നത്തെ ഡെവോപ്സിന്റെ വീഡിയോയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഡോക്കർ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഡോക്കർ വോളിയം, എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെ ഒരു ഡോക്കർ വോളിയം ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു പുതിയ കണ്ടെയ്നറിലേക്ക് എങ്ങനെ മൗണ്ട് ചെയ്യാം അല്ലെങ്കിൽ കണക്ട് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഈ ഒരു ഡെവോപ്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ, ഡോക്കറൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇത് മനസ്സിലാക്കിയിരിക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻ ആണെങ്കിലും അതുപോലെ നിങ്ങളുടെ വേറെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ആണെങ്കിലും കമന്റ് ബോക്സിൽ പറയാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പം ഇൻ കേസ് നിങ്ങൾ ഈ ഡോക്കർ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് തന്നെ ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നത്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒട്ടും നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്കർ റിലേറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ്, അതിപ്പോൾ ഫ്രണ്ട് എൻഡിന്റെ റിയാക്ടിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് മെയിൻ സ്റ്റാക്ക് പ്രൊജക്ടിന് വേണ്ടിയിട്ടാണെങ്കിലും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് വരാം. അപ്പൊ എന്താണ് ഈ ഒരു ഡോക്കർ വോളിയം എന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഇപ്പൊ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. എന്താ ഡോക്കർ എന്ന് ഫസ്റ്റ് പറയാം. അതായത് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു ട്രഡീഷണൽ വേന്ന് അല്ലെങ്കിൽ ഒരു പണ്ട് തൊട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈവൻ ഇപ്പൊ നമ്മുടെ കമ്പനീസിൽ കുറെ കമ്പനീസ് ഇപ്പോഴും ഇത് തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. അതായത് ഇപ്പൊ നിങ്ങളൊരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചോ, അതിന് ഒരുപാട് എൻവറോൺമെന്റ് സെറ്റപ്പും ഡിപ്പെൻഡൻസീസും ഒക്കെ ഉണ്ടാവൂലേ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു മെയിൻ സ്റ്റാക്ക് പ്രൊജക്ട് ഒക്കെ ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും നോഡ് ജെഎസ് ഒക്കെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം. വൺസ് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇത് ടെസ്റ്റേഴ്സിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഗിറ്റ്ഹബ് റെപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്യും. അവിടുന്ന് കോഡ് റിവ്യൂ ഒക്കെ കഴിഞ്ഞ് ബിൽഡ് ഒക്കെ എടുത്ത് ടെസ്റ്ററിന്റെ സിസ്റ്റത്തിൽ എത്തുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നില്ല. പെട്ടെന്ന് എന്താ വിചാരിക്കുന്നത്, ഡെവലപ്പറിന്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് ആയിരിക്കും, കോഡിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത്. പക്ഷെ റൂട്ട് കോസ് ഒക്കെ ചെക്ക് ചെയ്ത് കുറച്ച് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന നോഡ് ജെയ്സും ടെസ്റ്ററിന്റെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിരിക്കുന്ന നോഡ് ജെയ്സിന്റെ വേർഷൻ മേ ബി ഡിഫറെന്റ് ആയിരിക്കും. സോ ഇതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ആവാതിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ ഈ ഒരു ടെസ്റ്ററിന്റെ സിസ്റ്റത്തിൽ ഈ ഒരു വേർഷൻ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്യേണ്ടി വരും. സോ നമുക്ക് ഇതുപോലെ ഒരുപാട് ഡിപ്പെൻഡൻസീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് പ്രൊഡക്ഷൻ സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതേ ഇഷ്യൂ തന്നെ സ്റ്റേജിങ് സെർവറിലാണെങ്കിലും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സെർവറിലാണെങ്കിലും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇവിടെയാണ് നമ്മൾ ഡോക്കർ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ കണ്ടെയ്നേഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മുടെ ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ് കണ്ടിട്ടില്ലേ, ഏതാണ്ട് അതുപോലെയൊക്കെയാണ്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷനും അത് റൺ ചെയ്യാൻ ആവശ്യമുള്ള കംപ്ലീറ്റ് എൻവറോൺമെന്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു കണ്ടെയ്നേഴ്സ് വരുന്നത്. ഇതൊരു ഐസൊലേറ്റഡ് കണ്ടെയ്നേഴ്സ് ആയിരിക്കും. അതായത് ഇത് എവിടെ റൺ ചെയ്യുന്നു ആ എൻവറോൺമെന്റിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യില്ല. അതായത് ആ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ കണ്ടെയ്നേഴ്സിന്റെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. സോ നമുക്കിത് നമ്മുടെ ഫ്രണ്ടിന്റെ സിസ്റ്റത്തിലും അല്ലെങ്കിൽ ടെസ്റ്റേഴ്സിന്റെ സിസ്റ്റത്തിലും അല്ലെങ്കിൽ സ്റ്റേജിങ് സെർവറിലും എവിടെയാണെങ്കിലും നമുക്കിത് കൊണ്ടുപോയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഡോക്കറിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയില്ലേ. ഇനി ഞാൻ ഫസ്റ്റ് ഒരു ഡോക്കർ വോളിയത്തിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ സിസ്റ്റത്തിൽ എൻ്റെ കൂടെ നിങ്ങൾ ഈ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്ത് വന്നാൽ മതി കേട്ടോ. സോ ഫസ്റ്റ് നിങ്ങളുടെ സിസ്റ്റത്തിൽ മസ്റ്റ് ആയിട്ട് വേണ്ടതാണ് ഡോക്കർ. ഞാൻ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഡോക്കർ ഡാഷ് ഡാഷ് വേർഷൻ എന്ന് പറഞ്ഞ ഡോക്കർ ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഡോക്കർ ഡാഷ് ഡാഷ് വേർഷൻ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ലേറ്റസ്റ്റ് വേർഷൻ എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഹലോ വേൾഡിന്റെ ഇമേജ് ഇതിൽ നിന്ന് പുള്ളി ചെയ്തെടുത്തിട്ട് റൺ ചെയ്ത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഞാനിത് നോക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡോക്കറിന്റെ രജിസ്റ്റർ ചെയ്യുന്ന ഉബുണ്ടുവിന്റെ ഒരു ലേറ്റസ്റ്റ് ഇമേജ് എടുത്തിട്ട് വന്നിട്ട് നമ്മൾ ഷെൽ കമാൻഡ് അതിന്റെ ഉള്ളിൽ റൺ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഏത് ഡോക്കർ ഇമേജ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഡോക്കർ മീൻസ് ഡോക്കറിന്റെ സെർവറിൽ നിന്ന് ഒരു ഡോക്കർ ഇമേജ് എടുക്കണ്ട, നിങ്ങളുടെ സ്വന്തം സിസ്റ്റത്തിൽ അവൈലബിൾ ആയിരിക്കുന്ന ഡോക്കർ ഇമേജ് ആണെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് വോളിയം ആണ് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഞാൻ എൻ്റെ സിസ്റ്റത്തിലേക്ക് ഡോക്കർ ഇമേജ് മീൻസ് ഈ ഒരു ഉബുണ്ടുവിന്റെ ലേറ്റസ്റ്റ് ഇമേജ് ആണ്. അപ്പൊ ഇതാണ് കേട്ടോ ആ ഒരു ഉബുണ്ടു ഇമേജ് പുള്ളി ചെയ്തുകൊണ്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് ഒരു പോർഷൻ ഡോക്കർ റൺ ഇറ്റ് എന്നുള്ളത് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇന്ററാക്റ്റീവ് മോഡിൽ നമ്മുടെ ഒരു ഡോക്കർ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും.
പിന്നെ അതിന്റെ നെയിം ആണ് കൊടുത്തിരിക്കുന്നത് ടെസ്റ്റ് കണ്ടെയ്നറിന്. പിന്നെ നമ്മുടെ ഒരു പുള്ളി ചെയ്തുകൊണ്ട് വരേണ്ട ഇമേജിന്റെ നെയിമും അതുപോലെ തന്നെ അതിന്റെ അകത്ത് റൺ ചെയ്യേണ്ട കമാൻഡും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഫസ്റ്റ് ഡോക്കർ എന്താ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഉബുണ്ടു ഈ ഒരു ലേറ്റസ്റ്റ് ഇമേജ് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ അവൈലബിൾ ആണോ നോക്കും, നമ്മുടെ ഒരു ഡോക്കറിൽ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. എക്സിസ്റ്റിംഗ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ, എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ മാത്രമേ ഒരു ഡോക്കർ റെപ്പോസിറ്ററിയിൽ പോകുള്ളൂ. അതായത് ഉബുണ്ടു എന്ന് പറയുന്നത് ഡോക്കർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ ഒഫീഷ്യൽ ബേസ് ഇമേജ് ആണ് കേട്ടോ. അത് ഓർത്തിരിക്കണം, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊന്നുമല്ല. വൺസ് ഈ കണ്ടെയ്നർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്കർ ഈ ഒരു ബാഷ് കമാൻഡ് ഇതിൻ്റെ അകത്ത് റൺ ചെയ്യും. നമുക്കിത് ഒരു കമാൻഡ് പ്രോംപ്റ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് ഇപ്പൊ എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ഈ ഇമേജ് ഞാൻ പുള്ളി ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഈ ഒരു കണ്ടെയ്നർ മാത്രം റൺ ചെയ്താൽ മതി. അതുകൊണ്ട് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് വന്നത്. നിങ്ങളുടെ കേസിൽ ഇത് ഡൗൺലോഡ് എക്സിസ്റ്റിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഡൗൺലോഡിങ് പ്രോസസ്സിന് ചിലപ്പോൾ ഒരു 1 മിനിറ്റ് വരെ, ഒരു 30 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റ് വരെ എടുത്തേക്കാം. അപ്പൊ നമുക്ക് എന്തായി, ഈ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ. അടുത്ത സ്റ്റെപ്പ്, അപ്പൊ ഇത് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ. ജസ്റ്റ് ഈ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. അത് നമ്മൾ ടെർമിനൽ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ററാക്റ്റീവ് മോഡിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കണ്ടെയ്നറിന്റെ നെയിമാണ് നമ്മളിവിടെ ടെസ്റ്റ് കണ്ടെയ്നർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ലിനക്സിന്റെ ഒഫീഷ്യൽ ഇമേജ് ആണ്, ലേറ്റസ്റ്റ് വേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കണ്ടെയ്നറിന്റെ അകത്ത് നമ്മൾ ഈ ഒരു ബാഷ് റൺ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. വൺസ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഷെല്ല് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. PWD അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ബേസ് ലിനക്സ് കമാൻഡ്സ് ആണല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇതിൻ്റെ അകത്ത് ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. MKDIR. ഇത് ബേസിക് ലിനക്സ് കമാൻഡ് ആണ്. നിങ്ങൾക്ക് ലിനക്സിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ലിനക്സിന്റെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് മൈക്ക് വർക്കിംഗ് ആണ് നോക്കിയതാണ്. അപ്പോൾ ഞാനൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. MyApp എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡയറക്ടറി നെയിം കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ ഒരു ഡയറക്ടറിക്ക് അകത്തേക്ക് കയറുവാണ്. മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടറിക്കകത്തേക്ക് കയറി. നെക്സ്റ്റ് ഞാൻ ഇതിനകത്ത് 2-3 ടെക്സ്റ്റ് ഫയൽസ് ക്രിയേറ്റ് ചെയ്തിടാൻ പോവുകയാണ്. ജസ്റ്റ് ടെക്സ്റ്റ് ഫയൽസ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ പർപ്പസ് എന്താണെന്ന്. ഇപ്പൊ നമ്മൾ ചെയ്തത് ഒരു ഉബുണ്ടു ബേസ് ഇമേജ് പുള്ളി ചെയ്തെടുത്ത് അതിനൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ അകത്ത് കയറിയിട്ട് നമ്മുടെ ഈ ഒരു കമാൻഡ് പ്രോംപ്റ്റിൽ കയറിയിട്ട് ഈ ഒരു കണ്ടെയ്നറിന്റെ അകത്ത് നിന്നിട്ട് നമ്മൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിന്റെ അകത്ത് 2 ടെക്സ്റ്റ് ഫയൽസും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഞാൻ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ഫയല്, അത് മൈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് .txt എന്ന് പറഞ്ഞിട്ടൊരു ഫയലിലേക്ക് ക്രിയേറ്റ് ചെയ്യുവാണ്. അതുപോലെ ഒരു ടെക്സ്റ്റ് ഫയലും കൂടെ നമുക്ക് ഡോക്കർ വോളിയം എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ഫയലും കൂടെ കൊടുക്കാം. ഡോക്കർ വോളിയം .txt എന്നാണ് ഫയൽ നെയിം കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 2 ടെക്സ്റ്റ് ഫയൽ മതി. 2 ടെക്സ്റ്റ് ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ls-la കമാൻഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാറ്റ് കമാൻഡ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ ടെക്സ്റ്റിന്റെ കണ്ടന്റ് കാണുന്നുണ്ടെങ്കിൽ റീഡ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള ഡോക്കർ കമാൻഡ്സ്, ലിനക്സിന്റെ കമാൻഡ്സ് ആണ് കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോക്കറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എക്സിറ്റ് ആവുകയാണ്. ഈ ഷെല്ലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എക്സിറ്റ് ആവുകയാണ്. എന്നിട്ട് ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യുവാണ് കേട്ടോ. ഈ കമാൻഡ്സ് എല്ലാം ഞാനൊരു റീഡ്മി ഫയലിലാക്കിയിട്ട് അല്ലെങ്കിൽ അതന്നെ എൻ്റെ ഡോക്കർ ഹബിലേക്ക് പുഷ് ചെയ്തേക്കാം. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോ കമാൻഡ് വിത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലെ കണ്ടെയ്നേഴ്സിന്റെ ലിസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഡോക്കർ -a എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് യൂസ് ചെയ്താൽ മതി. നമ്മൾ ഇവിടെ ഇമേജ് ഉബുണ്ടുവിന്റെ ലേറ്റസ്റ്റ് ഇമേജിൽ നിന്ന് നമ്മളൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് കണ്ടെയ്നർ എന്നാണ് നമ്മുടെ കണ്ടെയ്നർ നെയിം. സക്സസ്ഫുള്ളി നമ്മൾ ഈ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടെ ഈ ഒരു കണ്ടെയ്നർ നമ്മളിപ്പോൾ കണ്ടെയ്നർ സ്റ്റോപ്പ് ചെയ്തു. ഇതിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ എക്സിറ്റ് ആണ്. സ്റ്റോപ്പ് ചെയ്തിട്ട് മീൻസ് സെർവർ ഡൗൺ ആക്കിയിട്ടുണ്ട്, എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടെ ഞാൻ ഈ കണ്ടെയ്നർ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. സ്റ്റോപ്പും എക്സിറ്റും ഡിഫറെന്റ് ആണ്. ജസ്റ്റ് കണ്ടെയ്നറിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഒന്നും കൂടെ ഈ ഒരു കണ്ടെയ്നർ അപ്പ് ആക്കുവാണ് കേട്ടോ. അപ്പൊ കണ്ടെയ്നർ അപ്പ് ആക്കുന്ന കമാൻഡ് ഇതൊന്ന് ക്ലിയർ ചെയ്യുവാണേ. ഡോക്കർ സ്റ്റാർട്ട് ടെസ്റ്റ് കണ്ടെയ്നർ എന്നല്ലേ നമ്മുടെ കണ്ടെയ്നറിന്റെ നെയിം. കണ്ടെയ്നർ അപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നമുക്കൊന്നും കൂടി ഒരു ബാഷ് കമാൻഡ് ഷെൽ സ്ക്രിപ്റ്റ് ആക്സസ് ചെയ്യാം.
ഡോക്കറിന്റെ ഡി കൊടുക്കാൻ വിട്ടുപോയത് കൊണ്ടാട്ടോ. അതായത് ഡോക്കർ എക്സെക് നമ്മൾ നേരത്തെ റൺ ചെയ്ത പോലെ തന്നെ എക്സെക് ഐ ടി, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്കറിന്റെ നെയിം കണ്ടെയ്നറിന്റെ നെയിമും ബാഷ് കമാൻഡും കൊടുക്കുക. ഷെൽ സ്ക്രിപ്റ്റിന്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡയറക്ടറിയിലെ മൈ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, ആ ഫോൾഡറിന്റെ അകത്ത് കയറിയിട്ട് സ്റ്റിൽ നമ്മുടെ ഡാറ്റ അവൈലബിൾ ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം -LA കൊടുക്കുക. ഓക്കെ, നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫയൽസിനൊന്നും സംഭവിച്ചിട്ടില്ല. ഡാറ്റ ഇപ്പോഴും ഈ ഒരു കണ്ടെയ്നറിന്റെ അകത്ത് അവൈലബിൾ ആണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഈ ഒരു ഇതിൽ നിന്ന് അഗെയിൻ ഒന്ന് എക്സിറ്റ് ആയി ക്ലിയർ ചെയ്തു. ഇനി ഞാൻ ഈ കണ്ടെയ്നർ ഒന്ന് റിമൂവ് ചെയ്യാൻ പോവാണ്. ഡോക്കർ RM ടെസ്റ്റ് കണ്ടെയ്നർ. സ്റ്റിൽ റണ്ണിങ് ആയതുകൊണ്ടാണ് കേട്ടോ നമുക്കിത് കാണിക്കുന്നത്. സോ നമുക്ക് ഇതിനെ ഫസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഡോക്കർ സ്റ്റോപ്പ് ടെസ്റ്റ് കണ്ടെയ്നർ. ഓക്കെ, ടെസ്റ്റ് കണ്ടെയ്നർ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ റൺ ചെയ്തിട്ടുള്ള ഡോക്കറിന്റെ PS-A കമാൻഡ് യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇനിയാണ് ഞാൻ പറഞ്ഞു തരേണ്ട ഡോക്കർ വോളിയത്തിനെ കുറിച്ചുള്ളത് നിങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ എഗെയിൻ ഇനി നമ്മൾ വന്നിട്ട് ഈ ഒരു ബാഷ് കമാൻഡ് ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യാവേ. അതായത് നമ്മളിപ്പം ടെസ്റ്റ് കണ്ടെയ്നറിന് ഇനി അങ്ങനെ ഒരു കണ്ടെയ്നറിന് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. നമ്മുടെ സിസ്റ്റത്തിൽ എക്സിസ്റ്റിംഗ് ആണ്, പക്ഷെ നമ്മൾ ആ കണ്ടെയ്നറിനെ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ഒന്നും കൂടെ ഈ കണ്ടെയ്നറിനെ റൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മൈ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറിയിലേക്ക് ആക്സസ് ചെയ്യാൻ നോക്കിയാൽ നമ്മുടെ ഡയറക്ടറിയും അവിടെ എക്സിസ്റ്റിംഗ് അല്ല, നമ്മുടെ ഫയൽസും ഡയറക്ടറി ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്ടറിന്റെ ഉള്ളിൽ സേവ് ചെയ്തിരിക്കുന്ന ഫയൽസും എക്സിസ്റ്റിംഗ് അല്ല അല്ലെ, ഡയറക്ടറി എക്സിസ്റ്റിംഗ് അല്ല. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഡോക്കർ വോളിയം കോൺസെപ്റ്റ്. അതായത് നമ്മൾ ബൈ ഡിഫാൾട്ട് നമ്മൾ ഈ കണ്ടെയ്നേഴ്സിന്റെ ഉള്ളിലേക്കാണല്ലേ ബൈ ഡിഫാൾട്ട് ഡോക്കർ എന്തെങ്കിലും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഈ കണ്ടെയ്നേഴ്സിന്റെ ഉള്ളിലാണ്. ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയ്ക്ക് എംഫറൽ നേച്ചർ ആണുള്ളത്. ദാറ്റ് മീൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടെമ്പററി ആയിരിക്കും. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ നമ്മുടെ ഡോക്കർ ഒരു കണ്ടെയ്നർ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടെയ്നർ ക്രാഷ് ആയതുകൊണ്ട് കൊണ്ട് ഓട്ടോമാറ്റിക് ക്രാഷ് ആയി നമ്മൾ അതിനെ റീസ്റ്റാർട്ട് ചെയ്യോ റിമൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയും കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആവും, പെർമനന്റ്ലി ലോസ്റ്റ് ആവും. അതായത് ഈ ഒരു നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ കണ്ടെയ്നേഴ്സിന്റെ ഫയൽ സിസ്റ്റത്തിന്റെ അകത്താണ്, വോളിയത്തിന്റെ അകത്തല്ല. വോളിയം എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന കോൺസെപ്റ്റ് ആണ്. സോ നമ്മൾ കണ്ടെയ്നർ റണ്ണ് ചെയ്യുന്ന അത്രയും നേരമേ ഈ ഒരു ഡാറ്റയ്ക്കും അതിനൊരു ലൈവ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ആയുസുള്ളൂ. ദാറ്റ് മീൻസ് ഈ ഒരു കണ്ടെയ്നർ വൺസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യോ അല്ലെങ്കിൽ ക്രാഷ് ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ തന്നെ റിമൂവ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ റിമൂവ് കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു, റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എന്താവും, ഈ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഡാറ്റ പെർമനന്റ്ലി ഡിലീറ്റ് ആയി പോകും. സോ നമ്മളൊരു റിയൽ യൂസറിന്റെ പെർസ്പെക്റ്റീവ് എന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിലിരിക്കുന്ന ഡാറ്റ ലോസ് ആയി, കണ്ടെയ്നർ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ കേസ് കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, റീസ്റ്റാർട്ട് ചെയ്യാം, ക്രാഷ് ആവുകയൊക്കെ ചെയ്യും. സോ അതിന് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ക്യൂബർനെറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റീസ്റ്റാർട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ റീസ്റ്റാർട്ടിങ് നടന്നോളും. പക്ഷെ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടെയ്നർ റീസ്റ്റാർട്ട് ആയി വരുമ്പോൾ ഡാറ്റ ലോസ് ആയിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ഡാറ്റ മിസ്സായി പോകും. ഇപ്പൊ നിങ്ങൾ MongoDB-ലേക്കോ MySQL ഒക്കെ യൂസ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ ഫയൽസ് ലോസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷന് ബിഗ് ഫാൾട്ട് ആണല്ലേ. അപ്പൊ അതിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ ഈ പറഞ്ഞിട്ടിരിക്കുന്ന ഡോക്കർ വോളിയം എന്ന് പറയുന്നത്. ഡോക്കർ വോളിയം ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു ലാപ്ടോപ്പിലേക്ക് ഒരു എക്സ്റ്റേണൽ ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ, ഒരു USB ഡ്രൈവ് കണക്ട് ചെയ്തിട്ട് അതിൽ സ്റ്റോർ ചെയ്യുന്ന എങ്ങനെയാണോ അതുപോലെ കൺസിഡർ ചെയ്താൽ മതി ഡോക്കർ വോളിയം. അതായത് നമ്മൾ ഡോക്കറിന്റെ ഫയൽ സിസ്റ്റത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് പകരം ഡോക്കറിന് ഔട്ട്സൈഡ് ആയിരിക്കും നമ്മൾ ഈ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു നമ്മുടെ കണ്ടെയ്നറിലേക്ക് ഈ ഒരു വോളിയം കണക്ട് ചെയ്ത് കൊടുക്കും. അതിന് മൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്തടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ നമ്മൾ രണ്ട് ബെനിഫിറ്റാണ് ഉള്ളത്. ഇൻ കേസ് ഡോക്കർ ഈ ഒരു കണ്ടെയ്നർ ഡൈ ആയി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിലും ഡാറ്റ സർവൈവ് ചെയ്തോളും. മാത്രമല്ല മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ് ഡെഫിനറ്റ് ആയിട്ടും ഒരു ലാർജർ ആപ്ലിക്കേഷനിൽ റൺ ചെയ്യുന്നുണ്ടാവും. ഈ ആപ്ലിക്കേഷന് ഡാറ്റ ഷെയർ ചെയ്യണമെങ്കിലും ഈ ഒരു വോളിയം യൂസ് ചെയ്തിട്ട് ഷെയർ ചെയ്യാം. കാരണം ഒരു മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സിന് സെയിം വോളിയം ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മൾ നോക്കൂട്ടോ അടുത്ത സ്റ്റെപ്പിൽ. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? നിങ്ങളുടെ കണ്ടെയ്നറിന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നിങ്ങളുടെ ഡാറ്റ പെർസിസ്റ്റ് ചെയ്യണം. ഡാറ്റ പെർസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോക്കർ വോളിയം കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ
പെർഫോമൻസ് ഒപ്റ്റിമൈസേഷന്റെ കേസിലാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ബാക്കപ്പ് എടുക്കാനും റീസ്റ്റോർ ചെയ്യാനും പറ്റും. മാത്രമല്ല ഈ ഒരു കണ്ടെയ്നേഴ്സിന്റെ ഇടയിൽ ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഈ കണ്ടെയ്നറിനെയും കൂടി ഒന്ന് റിമൂവ് ചെയ്യും കേട്ടോ. നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഡോക്കർ RM പ്ലസ് കണ്ടെയ്നർ നല്ലായിരുന്നു നമ്മുടെ കണ്ടെയ്നറിന് തന്നെ, സോറി ടെസ്റ്റ് കണ്ടെയ്നർ എന്നായിരുന്നു അല്ലേ. നമ്മുടെ ടെസ്റ്റ് കണ്ടെയ്നറിന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു. നമുക്കിനി സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ കണ്ടെയ്നേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് വോളിയം മൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ വോളിയം മൗണ്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോളിയം വേണം ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ വോളിയം ക്രിയേറ്റ് ചെയ്യുന്ന കമാൻഡ് ഇതാണ്, ഡോക്കർ വോളിയം ക്രിയേറ്റ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. നമ്മൾ കണ്ടെയ്നറിന് നെയിം കൊടുക്കുന്ന പോലെ തന്നെ വോളിയത്തിന് നെയിം കൊടുക്കാം. ഇപ്പൊ ഡാറ്റാബേസിനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ പ്രൊജക്റ്റിന് ആപ്റ്റ് ആവുന്ന നെയിം കൊടുക്കാൻ. ഞാനിപ്പോ ജസ്റ്റ് മൈ ഫസ്റ്റ് വോളിയം എന്ന് പറഞ്ഞിട്ടൊരു നെയിമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വോളിയം ലിസ്റ്റ് ചെയ്യണം, നിങ്ങളുടെ സിസ്റ്റത്തിൽ എത്ര വോളിയം ഉണ്ടെന്ന് അറിയണമെങ്കിൽ വോളിയം ഡോക്കർ വോളിയം LS എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് യൂസ് ചെയ്താൽ മതി. ഇത് ഞാൻ പ്രീവിയസ് വീഡിയോ ജെങ്കിൻസ് പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത വോളിയാണ്. അത് നിങ്ങൾ നോക്കണ്ട. നമുക്കിപ്പോൾ ഒരു നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വോളിയം സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഡോക്കർ വോളിയം ക്രിയേറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വോളിയം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് അപ്പോൾ ഡോക്കർ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്കർ മാനേജ് ചെയ്യുന്ന കമാൻഡാണ്. ക്രിയേറ്റ് പുതിയ വോളിയം ക്രിയേറ്റ് ചെയ്യുന്ന കമാൻഡാണ്. ഫൈനലി നമ്മൾ വോളിയത്തിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്. വോളിയം നെയിമാണ് മൈ ഫസ്റ്റ് വോളിയം എന്ന് പറഞ്ഞിട്ടുള്ള നെയിം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇൻ കേസ് ഈ ഒരു ഡോക്കറിന്റെ ഡീറ്റെയിൽസ് അറിയണം എന്ന് വിചാരിച്ചോ. അതായത് ഇത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെന്റെ ലോക്കൽ സിസ്റ്റത്തിലാട്ടോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, നെറ്റ്വർക്കിലല്ല. ഇത് നമ്മളിപ്പോ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലാണല്ലോ ഡോക്കർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഡ്രൈവർ ലോക്കൽ എന്ന് വന്നത് കേട്ടോ. അപ്പൊ ലോക്കൽ സ്കോപ്പ് ആയിരിക്കും അതിനുണ്ടാവുക. നിങ്ങൾക്ക് ഈ വോളിയത്തിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡോക്കർ വോളിയം ഇൻസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് വോളിയം നെയിം കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പൊ നിങ്ങളുടെ ഡോക്കറിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അതായത് ക്രിയേറ്റഡ് ഡേറ്റ്, ഞാൻ ഈ പറഞ്ഞ പോലെ ഡ്രൈവർ ലോക്കലാണ്. അതുപോലെ തന്നെ മൗണ്ട് പോയിന്റ്, അതായത് നമുക്കിത് അക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഡോക്കറിന്റെ സ്റ്റോറേജ് ലൊക്കേഷൻ, ഡോക്കറാണ് ഈ വോളിയത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വോളിയം നെയിമും അതിന്റെ മൗണ്ട് പാത്തും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഇൻസ്പെക്ട് കമാൻഡ് ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പുതിയൊരു വോളിയം നമ്മുടെ ഈ ഉബുണ്ടുവിന്റെ ഈ ഒരു ഇമേജിനെ തന്നെ പുതിയൊരു വോളിയം ക്രിയേറ്റ് ചെയ്തിട്ട്, നമ്മൾ വോളിയം ക്രിയേറ്റ് ചെയ്തു മൈ ഫസ്റ്റ് വോളിയം എന്ന് പറഞ്ഞ് പുതിയൊരു ഡോക്കർ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അതിന്റെ കമാൻഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാട്ടോ. ഞാൻ ടൈപ്പ് ചെയ്ത ഫുൾ മിസ്റ്റേക്ക് ആയിരിക്കും. ഡോക്കർ റണ്ണിറ്റ് എന്ന് പറഞ്ഞ ഇത്രയും കമാൻഡ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. അതായത് പുതിയൊരു വോളിയം ക്രിയേറ്റ് ചെയ്യുന്നു, പുതിയൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്നു. കണ്ടെയ്നറിന്റെ നെയിം വോളിയം ടെസ്റ്റ് എന്നാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ തൊട്ടാണ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഈ ഡോക്കർ റണ്ണിറ്റ് -നെയിം വോളിയം എന്നുള്ളത് വോളിയം ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്ന കമാൻഡ്. അത് കഴിഞ്ഞ് -v മൈ ഫസ്റ്റ് വോളിയം എന്നുള്ളത് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വോളിയം ഇതിലേക്ക് കണക്ട് ചെയ്തു, മൗണ്ട് എന്നാണ് ആ പ്രോസസ്സിനെ പറയുന്നത്. അപ്പോൾ വോളിയം നെയിം കൊടുത്ത് ഏത് വോളിയമാണ് ഈ കണ്ടെയ്നറുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഒരു പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കും. അതായത് ഇപ്പം നമ്മുടെ കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഈ ഒരു പാത്തുമായിട്ടായിരിക്കും മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എക്സ്റ്റേണൽ ആയിട്ടാണ് വോളിയം ഇരിക്കുന്നത്. ആ വോളിയം നമ്മുടെ കണ്ടെയ്നറിന്റെ ഈ ഒരു ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാത്തിലേക്കായിരിക്കും മൗണ്ട് ചെയ്യുന്നത്. സോ ആപ്ലിക്കേഷൻ ഡാറ്റ ആക്സസ് ചെയ്യുന്നത് ഈ /ഡാറ്റ എന്നായിരിക്കും. /ഡാറ്റ ഇന്റേണലി കണക്ട് ചെയ്തിരിക്കുന്ന വോളിയത്തിലേക്കായിരിക്കും. സോ ആപ്ലിക്കേഷനിലേക്ക് പുതിയ വരുന്ന ഡാറ്റ റീട്രൈവൽ ആണെങ്കിലും ഡാറ്റ സ്റ്റോറിംഗ് ആണെങ്കിലും എന്തിലേക്കായിരിക്കും പോകുന്നത്? നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മൈ ഫസ്റ്റ് വോളിയത്തിലേക്കായിരിക്കും പോകുന്നത്. സോ ഇനി നമുക്ക് എൻ്റർ അടിച്ചിട്ട് ഈ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ കൂടെ ബാഷ് കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിന്റെ അകത്തേക്ക് കയറി കേട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടെ LS ഇതിനകത്ത് ഡാറ്റ ഫോൾഡറിൽ ഇപ്പൊ നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് -LA/data ഇതിലേക്ക് നമ്മളൊന്നുമില്ല, ജസ്റ്റ് റീഡ് ആൻഡ് റൈറ്റ് പെർമിഷൻസ് മാത്രമേ ഉള്ളൂ. ഡാറ്റ ഫോൾഡറിലേക്ക് മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മൗണ്ട് ചെയ്തിരിക്കുന്ന ഫോൾഡറിന്റെ അകത്തേക്കാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ഫയൽ ക്രിയേറ്റ് ചെയ്തിടാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഈ ഡാറ്റ ഫോൾഡറിന്റെ അകത്തേക്ക് കയറട്ടെ. ഇതിന്റെ അകത്തേക്ക് echo
ഡോക്കർ ട്യൂട്ടോറിയൽ ഡോക്കർ .txt എന്ന് പറഞ്ഞിട്ടൊരു ഫയലും അതുപോലെ തന്നെ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഫയൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. LS അടിക്കുമ്പോൾ 2 ഫയൽ ഇതിനകത്ത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഇതിൽ നിന്ന് എക്സിറ്റ് ആവാം. എക്സിറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു വോളിയത്തിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഡോക്കർ സ്റ്റോപ്പ്, സോറി വോളിയത്തിനെ അല്ല കണ്ടെയ്നറിനെ, ഞാൻ മാറ്റി മാറ്റി പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഞാൻ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാം, ഈ ഒരു കണ്ടെയ്നറിനെ റൺ ചെയ്യാം. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുമല്ല, റിമൂവ്, അല്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഇതിന്റെ റിമൂവും കൂടെ ചെയ്തേക്കാം. ഡോക്കർ RM നമ്മുടെ വോളിയം ടെസ്റ്റ് റിമൂവും ചെയ്തു. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു വോളിയം ഇനി എക്സിസ്റ്റിംഗ് അല്ല, സോറി, ഇങ്ങനെ ഒരു കണ്ടെയ്നർ ഇനി എക്സിസ്റ്റിംഗ് അല്ല, പക്ഷെ വോളിയം എക്സിസ്റ്റിംഗ് ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ ഒന്നും കൂടെ വോളിയം 2 എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടെയ്നറും കൂടെ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പൊ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത കണ്ടെയ്നർ വോളിയം ടെസ്റ്റ് ആയിരുന്നു. വോളിയം ടെസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടെയ്നറും കൂടെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ കണ്ടെയ്നറിന്റെ അകത്ത് കയറിയിട്ട് നമുക്ക് നേരത്തെ ഇവിടെ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്തിലേക്ക് മൗണ്ട് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 പാത്ത് കാണിച്ചത്. ഇവിടെ നമ്മൾ /ഡാറ്റ എന്ന് പറഞ്ഞ പാത്തിലേക്കായിരുന്നെങ്കിൽ ഇവിടെ /ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള പാത്തിലേക്കായിരിക്കും നമ്മുടെ ഈ ഒരു മൈ ഫസ്റ്റ് വോളിയം മൗണ്ട് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ ഇപ്പം ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫോൾഡറിൻ്റെ അകത്തെ ഡാറ്റ ഫോൾഡറിൻ്റെ അകത്ത് കയറിയിട്ട് ഒന്ന് LS അടിച്ച് നോക്കുക. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ 2 ടെക്സ്റ്റ് ഫയൽസും ഇവിടെ സ്റ്റിൽ അവൈലബിൾ ആണ്. അതായത് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്തിരുന്ന കണ്ടെയ്നറിനെ സ്റ്റോപ്പ് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ എഗെയിൻ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തപ്പോഴും സെയിം വോളിയത്തിലേക്ക്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ മറന്നുപോയി. അതായത് നമ്മൾ വോളിയം ക്രിയേറ്റ് ചെയ്ത സമയത്ത് വോളിയം നെയിം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോളിയം ടെസ്റ്റ് 2 എന്ന്. ഇനി സെയിം വോളിയത്തിലേക്ക് പുതിയൊരു പാത്തിയിലേക്കാണ് മൗണ്ട് ചെയ്തത്. സ്റ്റിൽ എന്താണ്, ആ ഒരു ഫയൽസ് അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു ഡെഫിനിഷൻ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയില്ലേ? അതായത് നമ്മൾ നമ്മുടെ വോളിയം റിമൂവ് ചെയ്തു, നമ്മൾ നമ്മുടെ കണ്ടെയ്നേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു, റിമൂവ് ചെയ്തു. നിങ്ങൾക്ക് ഭാവിയിലേക്ക് ക്രാഷ് ആവാം, ഡൈ ആവാം, എന്ത് വേണമെങ്കിലും വരാം. പക്ഷെ നമ്മുടെ വോളിയം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാപ്ടോപ്പ് നശിച്ചു പോയാലും നമ്മുടെ USB ഡ്രൈവിൽ ഡാറ്റ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ കണ്ടെയ്നറിൽ പൂർണ്ണമായിട്ടും ഡിസ്ട്രോയ് ചെയ്ത് റീക്രിയേറ്റ് ചെയ്താലും വോളിയത്തിന്റെ അകത്ത് ഡാറ്റ സേഫ് ആണ്. കാരണം നമ്മൾ കണ്ടെയ്നേഴ്സിന്റെ ഫയൽ സിസ്റ്റത്തിലല്ല ഇപ്പം ഡാറ്റ സേവ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ നിങ്ങൾ ചോദിക്കും, ഈ ഒരു സിംഗിൾ വേയിൽ മാത്രമാണോ ഡാറ്റ സേവ് ചെയ്യാൻ പറ്റുക? ഇതല്ലാതെ ബൈൻസ് മൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു മൗണ്ടിങ് മെത്തേഡും കൂടി ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷെ എല്ലാവരും അപ്രോച്ച് ചെയ്യുന്ന, എല്ലാവരും ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്ന വേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു ഡോക്കർ വോളിയം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നെക്സ്റ്റ് ഈ ഒരു നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വോളിയം മൗണ്ടും ബൈൻസ് മൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഒരു കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡോക്കറിനെ പറ്റി നിങ്ങൾക്ക് തീരെ അറിയില്ല, പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒന്ന് റെഫർ ചെയ്യാം. അതുപോലെ ജെങ്കിൻസ് യൂസ് ചെയ്തിട്ടും ക്യൂബർനെറ്റീസ്, ഡോക്കർ, മെയിൻ സ്റ്റാക്കിന്റെ ഒരു കംപ്ലീറ്റ് CI/CD പൈപ്പ്ലൈൻ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഈ 2 മണിക്കൂറിന്റെ വീഡിയോ ഇട്ടപ്പോൾ അത്രയും വലിയ വീഡിയോ ആയതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ചെറിയ വീഡിയോയിലേക്ക് തിരിച്ചു വന്നത്. സോ ഞാൻ ഇനി മുതൽ നിങ്ങൾ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.